എൻ്റെ പൊന്നമ്മമാരെ ഒരു നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അവസാനമായി സംസാരിക്കുന്ന ഒരു വീഡിയോ. ഏറ്റവും അവസാനമെന്ന് പറയാൻ കാരണം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA പദവി ഇന്നത്തോടെ അവസാനിക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു പുണ്യകർമ്മം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ, അതായത് CPM-കാര, BJP-കാര, UDF-കാര, നിങ്ങൾ ഓരോരുത്തരും കാണണം. നിങ്ങൾ കണ്ടാൽ, അതായത് കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാ മാധ്യമങ്ങളും വിമർശിച്ചു. എന്നാൽ ഈ ഒരൊറ്റ വീഡിയോ കാരണം BJP-ക്കാർ പോലും കമൻ്റ് ഇടുകയാണ് അതിന് താഴെ, രാഹുലെ ഞങ്ങൾക്ക് തെറ്റുപറ്റി, രാഹുലെ നീയാണ് നല്ലവൻ, നിന്നെപ്പോലുള്ളവർ വേണമെന്ന് സാക്ഷാൽ BJP പോലും പറയുന്ന നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഓരോ അമ്മമാരും ആ വീഡിയോ ഫുള്ളായി കാണണം. അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. മിസ്റ്റർ പിണറായി വിജയൻ, അതായത് ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ കടന്നാക്രമിച്ചു, വളഞ്ഞിട്ടാക്രമിച്ചു. ദൈവമെന്ന മഹാശക്തി ഉണ്ട് മിസ്റ്റർ പിണറായി വിജയൻ. നാളെ ഏകദേശം രാവിലെ 11:30 മണിയാവുമ്പോൾ പിണറായി വിജയൻ്റെ ഭരണം എന്നേക്കുമായിട്ട് തീരുമ്പോൾ ഈ ലോകത്ത്, കേരളത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരു അമ്മയാണ്, രാഹുലിൻ്റെ അമ്മ. കാരണം ആ പൊന്നുമോനെ, രാഹുൽ എന്ന പൊന്നുമോനെ അത്രയും ആക്രമിച്ചു പിണറായി വിജയനും, പിണറായി വിജയൻ്റെ സംവിധാനവും, പിണറായി വിജയൻ്റെ പോലീസും. അതുകൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നാളെ എന്തായാലും പിണറായി വിജയൻ തോക്കും, അത് ഉറപ്പാണ്. അതിൽ നിന്ന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടും. പൊന്നുമനുഷ്യന്മാരെ, നടുക്കുന്ന ഞെട്ടിക്കുന്ന ആ ഒരു വീഡിയോ വെച്ച് തരാം. അതിനു മുമ്പ് തീർച്ചയായിട്ടും രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കാരണം വീഡിയോ നാലാളിലേക്ക് എത്തണമെങ്കിൽ, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുണ്യപ്രവർത്തി നാലാളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ മാക്സിമം ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. എന്താണ് എന്താണ് ഇതെന്താ പുതിയ നിൽക്കുന്നത്? കൺഗ്രാജുലേഷൻസ്. ഹലോ, പിന്നെ ഈ പ്രസാദിന്റെ അത് ഇവിടെ, പ്രസാദിന്റെ വീട്ടിൽ അത് നമ്മൾ പോണ റോഡ് സൈഡ് അന്ന് കയറിപ്പോയില്ലേ? എന്താണ് ഉഷാറല്ലേ? ഇന്നില്ല, ദോശ വാങ്ങി തരുന്ന ദോശ വാങ്ങി തരുന്ന നേരെ ഇങ്ങോട്ട് വിടാം. എന്താണ് നേരത്തെ എന്തായി എന്തായി ഇടയ്ക്കൊരു കണ്ട ഇഷ്ടായ മീൻ ഇഷ്ടായ മീൻ ഇഷ്ടായ എവിടെ മോശം എന്താണ്? ഓ ആന്ന് കാര്യം. കഷ്ടപ്പെട്ടു പേരറിയില്ല, രാഹുൽ സാറിനും പേരറിയില്ല, മോഹൻ സാർ അതുകൊണ്ടായിരിക്കും ചെറുപ്പേരി നദിയെ താത്താക്കും എല്ലാവർക്കും
കേറാം. വിഷമിക്കാതിരിക്കുക, സന്തോഷമുള്ള ദിവസമല്ലേ, അത്ര വിഷമിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് 100 ആയുസ് കൊടുക്കട്ടെ. അതിന്റെ കുടുംബത്തിൽ നല്ല കാണിക്കില്ലേ? വേണ്ട വേണ്ട. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്തായാലും വളരെ ദയനീയമായ ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ തൊട്ടടുത്തുള്ള ഒരു കിണറ്റിൽപ്പെട്ട് ഒരു ദുരഹ സാഹചര്യത്തിൽ മരിച്ചു. അതിനു മുമ്പ് ആ പെൺകുട്ടിയുടെ ഭർത്താവ് കാലിലെ ഞരമ്പ് മുറിച്ച് മരിച്ചു. അതിന് 2 തീരാദുഃഖം, ഒരു വർഷത്തിനുള്ളിൽ വലിയ 2 തീരാദുഃഖങ്ങൾ. അതിലൊരു ചെറിയൊരു കുട്ടിയുണ്ട്, 2 വയസ്സായ കുട്ടി. ആ കിണറ്റിൽപ്പെട്ട് മരിച്ച ആ കുട്ടിയുടെ അമ്മയാണ് ലക്ഷ്മി. ലക്ഷ്മിക്കാണെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖമാണ്. അതുകൂടാതെ ഒരു വിധവയായ ഒരു 80 വയസ്സ് പ്രായമുള്ള ഒരമ്മ, പിന്നെ വല്ലപ്പോഴും പണിക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു പയ്യൻ, അവനും സുഖമില്ലാത്ത ഒരു പയ്യനാണ്. വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ മഴക്കാലത്തൊക്കെ വെള്ളം ഒലിച്ച് വെള്ളത്തിൻ്റെ ഉള്ളിലാണ് പാവങ്ങൾ കിടക്കുന്നത്. എന്തായാലും മാത്തൂർ പഞ്ചായത്ത് തന്നെ 100% അർഹതയുള്ള കുടുംബമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തൊട്ടടുത്ത വീടുകളൊക്കെ ഓലപ്പരയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ദയനം. പല ആളുകളും ഇങ്ങനെ ഒരു കുടുംബത്തിന് ഒരു വീട് കൊടുത്തതിന്റെ പേരിൽ എല്ലാ ആളുകളും ചെയ്തത് നന്നായി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അതിന്റെ എല്ലാ ഗുണങ്ങളും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ കിട്ടട്ടെ, അവർക്ക് അവരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷതയിലേക്ക് അബ്ദുവിനെ ക്ഷണിക്കുക. പ്രിയമുള്ളവരെ, സഹായിച്ച് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 4 വീട് ഏറ്റെടുത്ത് ഇത് 2ാമത്തെ വീട് പൂർത്തിയാക്കി തന്ന ഇന്നൽമണി ഗ്രൂപ്പിന്റെ ചെയർമാൻ മോനേട്ടൻ, അതുപോലെ വൈസ് പ്രസിഡന്റ് സവിത, ഇസ്മയിൽ, ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീകുമാരൻ, കൃഷ്ണേട്ടൻ ഉൾപ്പെടെയുള്ള മറ്റ് മെമ്പർമാരെ. എന്നാൽ ഇസ്മയിൽ സൂചിപ്പിച്ച കാര്യം, നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അബ്ദുക്ക, നമ്മുടെ ഈ പദ്ധതിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനായ ഇന്ത്യൽ മണിയുടെ മോനേട്ടൻ, KPCCയുടെ ഏറ്റവും പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ചന്ദ്രേട്ടൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയേട്ടൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഉദയച്ചി, ഇസ്മയിൽക്ക, മറ്റ് എല്ലാ വേണ്ടപ്പെട്ട ആളുകളാണ് എല്ലാവരും. ഇത് ഈ വീടിന്റെ പശ്ചാത്തലത്തെ പറ്റിയൊക്കെ ഇസ്മയിൽക്കയും അതുപോലെ അബ്ദുക്കയും സൂചിപ്പിച്ചു. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ഇതുവഴി പോകുമ്പോഴാണ് ആദ്യമായിട്ട് ഇസ്മയിൽക്കയും അബ്ദുക്കയും എന്നോട് ഈ വീടിന്റെ ഒരു സാഹചര്യത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത്. ചെറിയ മോളാണ്, അവൾക്ക് അച്ഛനും അമ്മയും നഷ്ടമായി, മുത്തശ്ശി വേണം നോക്കാനായി, മുത്തശ്ശിക്കും ആരോഗ്യ പ്രയാസങ്ങളുണ്ട്, മുത്തശ്ശിയുടെ അമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് എന്ന് അന്നേ പറഞ്ഞിരുന്നു. ഒരിക്കൽ നമ്മളിവിടെ വന്ന് കാണുകയും ചെയ്തു. അപ്പോൾ നമ്മൾ MLA ആയി മത്സരിക്കുന്ന സമയത്ത് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കുകളിലൊന്നാണ്, നാടിൻ്റെ ജനപ്രതിനിധിയാകാൻ ഒരു അവസരം തന്നാൽ ആദ്യം ചെയ്യുക വീടില്ലാത്ത ആളുകൾക്ക് വീട് വയ്ക്കാനായി ഒരു പദ്ധതി തുടങ്ങുമെന്ന്. അങ്ങനെ നമ്മൾ സ്മൈൽ പദ്ധതിക്ക് തുടക്കമായി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കരുത്തും കാവലുമായത് ഇന്ത്യൽ മണിയാണ്. ഈ പദ്ധതിയെപ്പറ്റി ഉമേഷേട്ടനോട്, മോഹൻ സാറിന്റെ മകനോട് സംസാരിച്ചപ്പോൾ തന്നെ
വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു, നീ അച്ഛനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മോനേട്ടനെ പോയി കാണുമ്പോൾ അദ്ദേഹം പാലക്കാടുകാരനാണ്, ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഒരു പാലക്കാട് അങ്ങനെ ഒരു പദ്ധതി ചെയ്യുന്നതിനകത്ത് വലിയ സന്തോഷമാണെന്ന് പറയുകയും അങ്ങനെ നമ്മുടെ ഭവന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ആദ്യം തറക്കല്ലിട്ട വീടുകളിലൊന്നാണിന്ന്. അത് ഇന്ന് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ പദ്ധതിയിൽ പറയുന്ന പോലെ സ്മൈൽ, ചിരിക്കാനല്ലാതെ വേറെ ഒന്നും നമുക്ക് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വളരെ വേഗത്തിൽ ഈ വീട് പണി, ഇപ്പോൾ ഈ വീട് പണിയുടെ ഒരു പ്രത്യേകത, ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അരുണാണ് അതിന് എല്ലാവിധമായിട്ടുള്ള നേതൃത്വം